ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും ചോദ്യപേപ്പർ കണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസാണ് ചോദ്യങ്ങൾ കണ്ടത് അല്ലേ? പക്ഷേ അവിടെ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ചോദ്യത്തിൻ്റെ രീതി മാത്രമാണ്, പക്ഷേ ചോദ്യത്തിൻ്റെ കണ്ടൻറ്റിലൊന്നും മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൈല് മാറിയാലും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ എത്ര പറ്റുമോ അത്രയും തന്നെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 100 ചോദ്യം ചെയ്യാം കേട്ടോ. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മലയാണ്. തെന്മല. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏത് മൗലിക അവകാശമാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട് എന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് ഉൾപ്പെടുന്നത്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് സത്ലജിലാണ്. സത്ലജിലാണ് ബക്രാനങ്കൽ അണക്കെട്ട്. ഏതൊരു ചോദ്യം കണ്ടാലും അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ചും തരാം, ശരിയായിട്ടും തരാം. നമ്മൾ ചോദ്യപേപ്പർ കണ്ടതാണ്. ബക്രാനങ്കൽ അണക്കെട്ട് മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ചോദ്യങ്ങൾ ചെയ്ത് നമ്മൾ പഠിക്കണം. നോക്കാം അടുത്ത ചോദ്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ്? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജിലാണ്. സത്ലജിൽ. അടുത്തത്, കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് ചെന്തുരുണിയാണ്. ചെന്തുരുണി പറയും. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അടുത്തത്, യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ്? യക്ഷഗാനം കർണാടകത്തിൻ്റെതാണ്, അപ്പോൾ കാസർഗോഡാണ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ്? കാസർഗോഡാണ്. മഹത്തായ 2 വ്യവസായങ്ങളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറത്തിലാണ്. കാരക്കോറം. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സത്ലജ് ആണ്. സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. പെരിയാർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പോലും ഈ ഒരു ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ചൗരി ചൗര സംഭവമാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്.
കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. തെറ്റിപ്പോരുത്. കിഴക്കോട്ടൊഴുകുന്നവയാണ് 3: കബനി, ഭവാനി, പാമ്പാർ. മറ്റ് 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ജ്യോതിബ ഫൂലെയാണ്. ജ്യോതിബ ഫൂലെയാണ് സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്തത്. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാണ്? ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാണ്? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. ലാലാ ലജ്പത് റായ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം എന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്രകാരമാണ് PSC ആൻസർ കൊടുത്തിട്ടുള്ളത്. അടുത്തത്, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ശരിയാണ്, സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. രാജാറാം മോഹൻ റോയ് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ബംഗാളിലാണ് കേട്ടോ. ഒഡീഷയിലല്ല, ബംഗാളിലാണ്. രാധാനഗർ, ബംഗാളിലാണ് രാജാറാം മോഹൻ റോയുടെ ജനനം. അപ്പോൾ ഇവിടെ 4 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. രാജാറാം മോഹൻ റോയ് എവിടെയാണ് ജനിച്ചത്? ബംഗാളിലാണ്. ബംഗാൾ. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ് സി കൃഷ്ണൻ നായർ, അതുപോലെ രാഘവ പൊതുവാൾ. സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിചാരണ കൂടാതെ അനിശ്ചിതത്വകാലം തടവിലിടാം. അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. 1919 ഈ നിയമം നിലവിൽ വരുന്നത്. 1919 റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം എന്നറിയപ്പെടുന്ന നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. 4 ശരിയാണ്. 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. 1919 ഈ നിയമം നിലവിൽ വന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓക്കെ ആണല്ലോ. അടുത്തത്, 1.25 കോടി മലയാളികൾ. എത്ര തവണ നമ്മൾ തന്നെ കണ്ടുല്ലേ ഈ ഒരു ചോദ്യം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A ഭാഗം 4A. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി.
ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? ഏതാണ് ആ നാടകം? അത് നീൽ ദർപ്പണാണ്. നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ. അടുത്തത് 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 21A എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ്. ദേശീയ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണ് ചോദിച്ചിട്ടുള്ളത് 1950 ജനുവരി 26. ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് കേട്ടോ 1949 നവംബർ 26. തെറ്റിപ്പോവരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. അടുത്തത്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? മലബാർ ആണ് കേട്ടോ, മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലയിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? 1990 മുതൽ 2003 വരെ ഓരോ മേഖലയിലുള്ള തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത കൂടുതൽ? ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ്. ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന. ഓക്കെ. അടുത്തത്, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? സാമ്പത്തിക വളർച്ചയെയാണ്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് സാമ്പത്തിക വളർച്ചയെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. അടുത്തത്, നീതി ആയോഗ് ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം എന്താണ്? ആഗോള താപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCC ആണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നത്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19 തെറ്റായ ജോഡി ഏത്? ചൂടെ തന്നിട്ടുള്ളവയിൽ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. തിരയും ചുഴിയും എസ് ഗുപ്തൻ നായരുടെ കൃതിയാണ് കേട്ടോ. എസ് ഗുപ്തൻ നായരുടെ കൃതിയാണ്, സച്ചിദാനന്ദൻ അല്ല. അപ്പോൾ അതാണ് തെറ്റ്. ഓപ്ഷൻ A ആണ് ഇവിടെ നമ്മുടെ ആൻസർ. ബാക്കി നോക്കാം. വീണപൂവ് കുമാരനാശാനാണ്. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസിൻ്റെ കൃതിയാണ്. നിലാവിൻ്റെ നാട്ടിൽ അഷിതയുടേതുമാണ്. നിലാവിൻ്റെ നാട്ടിൽ അഷിത. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്. വീണപൂവ് കുമാരനാശാൻ. തിരയും ചുഴിയും എസ് ഗുപ്തൻ നായരുമാണ്. ഓക്കെ. അടുത്തത്, ഇതിൽ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്നത് ഒരു ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് ഒരു ടിഗാബൈറ്റും ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഭരതനാട്യമാണ് കേട്ടോ, ഭരതനാട്യം. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം ഏതാണ്? അത് വോളിബോൾ ആണ് കേട്ടോ. വോളിബോൾ ആണ്.
COVID-19 എന്ന ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. ഏതാണത്? വിള ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പവിത്ര എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? നെല്ലിൻ്റെ സങ്കര ഇനമാണ് പവിത്ര. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈരന്ധ്രി വനം. ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം എന്താണ്? പ്രോട്ടീനിന്റെ കുറവാണ്. ക്വാഷിയോർക്കർ പ്രോട്ടീനിന്റെ കുറവാണ്. അടുത്തത്, ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. ആണോ? അത് മാത്രമല്ല, പരസ്പരവും ചുറ്റുപാടുകളുമായും പ്രതികരിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും അജൈവ വസ്തുക്കളും അടങ്ങുന്ന ഒരു പരിതസ്ഥിതിയെ മൊത്തത്തിലാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് ഒരു സസ്യങ്ങളും ജന്തുക്കളും അജൈവ വസ്തുക്കളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ. അതൊരു പഠനമല്ല. ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ എക്കോസിസ്റ്റമാണ്. എക്കോസിസ്റ്റത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എക്കോളജിയാണ്, പാരിസ്ഥിതിക പഠനം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയിൽ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. ആണോ? അല്ല, സസ്യഭോജികളാണ് തുടങ്ങുക. സസ്യഭോജികളിൽ നിന്നും തുടങ്ങാം. എപ്പോഴും മാംസഭോജികളായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് കേട്ടോ. അപ്പോൾ 1, 3 ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമലാണ്. പല്ലിൻ്റെ ഇനാമലാണ്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ദ്രവീകൃത പെട്രോളിയം ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്യൂട്ടേൻ ആണ് കേട്ടോ. ബ്യൂട്ടേൻ. പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ബ്യൂട്ടേൻ ആണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഫ്ലിൻറ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നതാണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച് കാണുന്നത്. അടുത്തത്, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന മിഷനാണ് എൻവിഷൻ എന്നത്. എൻവിഷൻ. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ്? ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ്? മംഗദെച്ചു ജലവൈദ്യുത പദ്ധതിയാണ്. മംഗദെച്ചു ജലവൈദ്യുത പദ്ധതി. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ്? മെർക്കുറിക് ഓക്സൈഡ് ഉപയോഗിച്ചാണ്. മെർക്കുറിക് ഓക്സൈഡ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? അതാണ് ഘർഷണബലം. ഘർഷണബലം. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹമാണ്. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണ്? വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധതയാണ് നിശാന്തത. നിശാന്തത. ജലജന്യ രോഗം ഏത്? ഇവിടെ തന്നിട്ടുള്ളവയിൽ ജലജന്യ രോഗം ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് എ ജലജന്യ രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് ഇ ജലജന്യ രോഗമാണ്. ലെപ്റ്റോസ്പൈറോസിസ് അതും ജലജന്യ രോഗമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 3, 4 എന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി ഒരു ജലജന്യ രോഗമല്ല. ഇത് ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡ്സ് വഴി പകരുന്ന രോഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം
നിപ്പ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇതും ഒരു അർബോറിയൽ ഡിസീസാണ്, അതുകൊണ്ട് ഇതും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടും ഉൾപ്പെടുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ യഥാർത്ഥ ആൻസർ. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? നിപ്പയും ജാപ്പനീസ് എൻസെഫലൈറ്റിസും രണ്ടും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. അടുത്തത് അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വമേധം പ്രചാരണം എന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. അശ്വമേധം പ്രചാരണം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാന്ത്വന പരിചരണം നൽകുന്നു. ആർക്കാണ് സാന്ത്വന? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് പരിചരണം നൽകുന്നത്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ് എത്രയാണ്? ശുദ്ധജലത്തിൽ pH മൂല്യത്തിൻ്റെ അളവ് എത്രയാണ്? pH 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH 7 ആണ്. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം ഏതാണ്? പേനാണ്. പേൻ. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ഇവയിൽ താഴെ പറഞ്ഞിട്ടുള്ളവയിൽ എന്താണ്? ORS ആണ്. ORS നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിർജ്ജലീകരണത്തിന് ORS കിട്ടാറില്ലേ? ഉണ്ട്. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനമാണ്. സേവനം. അടുത്ത ചോദ്യം, തെബാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? ദിനപത്രമാണ് സംബാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ അവസ്ഥ എന്താണ്? പേശികൾക്ക് കോച്ചി വലിവ് സംഭവിക്കുന്നു. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ടെറ്റനി എന്നറിയപ്പെടുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിനാണ് വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? രോഗം ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? എംഫിസീമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? പദ്ധതിയാണ് മൃതസഞ്ജീവനി. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് അക്ഷയയാണ്. അക്ഷയ എന്നത് തക്കാളിയുടെ സങ്കര ഇനമാണ്. അക്ഷയ എന്നത്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര എന്നിവ തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണെന്ന് ഓർത്തിരിക്കുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് ആര്? സസ്യബുക്കുകൾ. നേരത്തെ നമ്മളൊരു ചോദ്യം കണ്ടില്ലേ? ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ എപ്പോഴും മാംസ്യബുക്കുകളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിയില്ലേ? ഇങ്ങനെയാണ് ചോദ്യങ്ങൾ മാറി തിരിഞ്ഞ് വരുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം.
അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22-നാണ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം എന്താണ്? വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം 1983 കർണാടകത്തിലാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികമായിട്ടുള്ളത്? ഹീലിയമാണ്. ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ് ഇവിടെ തന്നിട്ടുള്ളവയിൽ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെതാണ്, ഹെമറ്റൈറ്റ് ഇരുമ്പിൻ്റെതാണ്, മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെതാണ്, കലാമിൻ സിങ്കിൻ്റെതാണ്, സിങ്ക് ബ്ലെൻഡും സിങ്കിൻ്റെതാണ്, ബോക്സൈറ്റ് അഗെയിൻ അലുമിനിയത്തിൻ്റെതാണ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ അയിരുകൾ. അസെറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? അസെറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? നൈട്രജനുമായി പ്രവർത്തിച്ചിട്ടാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിച്ചത് ആരാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം. അപ്പോൾ ആത്മോപദേശ ശതകം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ദൈവദശകവും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവാണ്. ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, ദൈവദശകം ശ്രീനാരായണ ഗുരു, ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളുമാണ്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് ഒരു നാടകമാണ്. നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് കോഴഞ്ചേരി പ്രസംഗം എന്നത്. കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകൾ 24 എണ്ണമാണ്. 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് കരൾ. കരൾ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, ഇവയെല്ലാം തന്നെ കാൽസ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മേൽ പറഞ്ഞവയെല്ലാം. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവ സംവഹിക്കാൻ സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ എവിടെ കാണപ്പെടുന്നു? പ്ലാസ്മയിലല്ല, RBCയിലാണ് കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ RBCയിലാണ് കാണപ്പെടുന്നത്, റെഡ് ബ്ലഡ് സെൽസിൽ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കി നോക്കാം. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു, ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു എന്നതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. റെഡ് ബ്ലഡ് സെൽസിലാണ് കാണപ്പെടുന്നത്. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു, രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ആൻസർ.
അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് യോജിക്കാത്തതായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച്, ബ്രെയിൽ ലിപി ഇതെല്ലാം തന്നെ കാഴ്ചപരിമിതിയുള്ളവർക്കും അന്ധരായവർക്കുമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് അന്ധരാണ് എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മറ്റ് രണ്ടും തന്നെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എയും 4ഉമാണ്, ഓപ്ഷൻ 1ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി എന്നിവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം അനാമികയാണ്. അനാമിക എന്നതാണ് വെണ്ടയുടെ ഇനം. അന്തരീക്ഷത്തിലേക്ക് കാർബൺ, ഇതിൽ ഉജ്ജ്വല എന്നത് ഒരു മുളക് ഇനവും നീലിമ വഴുതന ഇനവും മുക്തി എന്നത് ഒരു തക്കാളി ഇനവുമാണ്. അനാമിക വെണ്ട ഇനവുമാണെന്ന് നമ്മൾ കണ്ടു. അടുത്തത്, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്? അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടമാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് പ്രധാനമായും അന്തരീക്ഷത്തിൽ എത്തുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിൽ ആണ് കടുവകൾ കാണപ്പെടുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദരി വനങ്ങൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നത് ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഐസോടോപ്പുകൾ എന്നാണ് കേട്ടോ. ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിലാണ് കേട്ടോ ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരമാണ് നൈലോൺ എന്നത്. നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.